Welcome back to Chris and അപ്പോൾ നമ്മൾ ഇന്ന് ഏത് സിനിമയാണ് കാണാൻ വന്നേക്കുന്നത്? ARM എന്ന് പറഞ്ഞ സിനിമയാണ് കാണാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ടോവിനോടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പോഴത്തെ ഏറ്റവും 50th സിനിമയാണ് ടോവിനോടെ. അപ്പോൾ ആ സിനിമ കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ലിഫി വാലിയാണ്. ലിഫി വാലിയിലെ വ്യൂ എന്ന് പറഞ്ഞ് കാണിച്ചെടുക്ക വ്യൂ ഓക്കെ വ്യൂ എന്ന് പറഞ്ഞ ഒരു തിയേറ്ററിലാണ് നമ്മളിന്ന് ഇന്നത്തെ സിനിമ കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല, ഇന്നത്തെ ജസ്റ്റ് നമ്മൾ ഇവിടുത്തെ ഒരു തിയേറ്ററിൽ ഉള്ളൊരു എങ്ങനെയാണ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണതും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് നമ്മളിതിൻ്റെ റിവ്യൂ പറയേണ്ടതായിരിക്കും അല്ലേ. ഇതിൻ്റെ ആരുടെ പാടാൻ കാണാൻ പോനെ? ടോവിനോ മിന്നൽ മുരളി അല്ലേ. അങ്ങനെ നമ്മള് ടോവിനോടെ ഇവിടെ ടോവിൻ ആക്ച്വലി ഈ പടത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നിരുന്നു അയർലൻഡില്. ടോവിനും പിന്നെ സുലഭിയും പിന്നെ മിഥുൻ ചേട്ടനും ഒക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ആ ടോവിനോടെ ARM മൂവിയുടെ പ്രൊമോഷന് ഞങ്ങൾ ആ ഒരു ഇവന്റ് പ്രൊമോഷന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ആ ഇവന്റിൽ ഞങ്ങൾ സെക്കൻഡ് റോയിലാണ് ഇരുന്നത്. പക്ഷെ ടോവിൻ ഇരുന്നത് ഞങ്ങളുടെ സൈഡിലല്ല, അപ്പുറത്തെ സൈഡിലാണ്. അപ്പം ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, പക്ഷെ ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇന്നത്തെ ഈ മൂവി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഞ്ഞിപ്പോൾ പറയുന്നത് കുഞ്ഞ് ഐസ്ക്രീം കഴിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഐസ്ക്രീം പിന്നെ പോപ്കോൺ ആൻഡ് മൂവി. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് മൂവി കഴിഞ്ഞിട്ട് ഞങ്ങൾ റിവ്യൂ പറയുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. തുണിയുടെ കാലിന്റെ ലൈറ്റൊക്കെ നല്ല തിളങ്ങി നിൽക്കണം. എന്ത് വാങ്ങിക്കാൻ പോണേ? നീ എന്താ വാങ്ങിക്കാൻ പോന്നെ? അങ്ങനെ കുഞ്ഞിക്കുള്ള സാധനം അവള് ഷെയർ ചെയ്ത കുഞ്ഞി ബോക്സിലാക്കുവാണ് അല്ലേ? കൊച്ചിനുള്ള കുഞ്ഞു ബോക്സിലാക്കുവാണ്. കുഞ്ഞി ഇത് കുട്ടി ബോക്സ്, കുഞ്ഞിക്കുള്ള കുട്ടി ബോക്സ്. എന്റെ അമ്മേ എന്തോരാ അറിയുന്നു. ഒരു പോപ്കോൺ കുഞ്ഞിയും ഞാനും കൂടി മേടിച്ചു. ഇനി അടുത്ത നമ്മളൊരു കോക്കും കൂടി മേടിക്കാൻ പോവാണ്. പിച്ച അവിടെ കോക്ക് മേടിക്കാൻ പോവാണ്. അത്യാവശ്യം തിരക്കുള്ളൊരു തിയേറ്ററാണ്. അതിന്റെ കുഞ്ഞി നല്ല സ്പാർക്ലി ഷൂസ് ഒക്കെ ഇട്ടാണ് വന്നത് അല്ലേ കുഞ്ഞി? യോ മാജിക് ചെയ്യാൻ പോവാണോ കുഞ്ഞി? ഓൾ എക്സൈറ്റഡ് ഫോർ ദ മൂവിയാണ്. ഇറ്റ്സ് എ ബേബി. We are ready to go. നമ്മള് പൈസ കൊടുത്തു, പക്ഷെ നമ്മളിവിടെ ഒന്ന് ഫില്ല് ചെയ്യണം. നമ്മൾ തന്നെ ഫില്ല് ചെയ്യണം അല്ലേ? ടച്ച് ടു പോസ് നമ്മൾ തന്നെ ഫില്ല് ചെയ്യണം. സെറ്റപ്പ് അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടി ഫില്ല് ചെയ്തോ. കഴിഞ്ഞു. ഞാൻ അവർ സമ്മതിക്കില്ല, അവർക്ക് ലിമിറ്റ് മനസ്സിലായെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞങ്ങളുടെ സ്ക്രീൻ 3യിലാണ്. അപ്പോൾ നമ്മൾ സ്ക്രീൻ 3യിലോട്ട് പോവാണ്. അതെ, കുഞ്ഞിയുടെ ഷൂ ആണ് ഞങ്ങൾക്ക് വഴി കാട്ടുന്നത്. വെൽക്കം. അങ്ങനെ ഞങ്ങള് ടോവിനോയുടെ മൂവി, കുഞ്ഞിയുടെ ഫസ്റ്റ് മൂവിയും കൂടിയാണ് അയർലൻഡില്. ആണ് തിയേറ്ററിലെ ആൾക്കാരൊക്കെ. ഇപ്പൊ നമ്മൾ ബാക്കിലാണ് എടുത്തേക്കുന്നത്. അപ്പൊ ബാക്കിലോട്ട് പോവാണ്. റെഡ് കളർ ready? Yes, we're all excited. Ready? Excited? അപ്പോൾ ഒരു 100 പേരുണ്ടാവും തിയേറ്ററിൽ. വ്യൂ തിയേറ്റേഴ്സിലാണ് വന്നേക്കുന്നത്. 10:45 ഷോ. അപ്പോൾ തുടങ്ങി സംഭവം 15 AM.
കുട്ടിയെപ്പോയി. അപ്പൊ നമ്മള് വീട്ടിലെത്തി. മൂവി അടിപൊളിയായിരുന്നു, രക്ഷയിലായിരുന്നു. ഭയങ്കര സൂപ്പർ എന്ന് വെച്ചാൽ ഭയങ്കര സൂപ്പർ. കുറെ നാളുകൾക്ക് ശേഷം ഒരു നല്ല മലയാളം മൂവി കണ്ട ഒരു ഫീലിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പോ അയർലൻഡിലെ സമയം ഞങ്ങൾ വെറുതെ പറയണതല്ല, ഇപ്പോഴത്തെ സമയം ആക്ച്വലി പാതിരാത്രി, അതായത് അതിരാവിലെ 3 മണിയാണ്. ഷോ 10:45 അപ്പൊ 10:45 തൊട്ട് ഒരു ഓൾമോസ്റ്റ് 1:45 വരെ ആയിരുന്നു സിനിമ. 2 മണിയായപ്പോ കഴിഞ്ഞു. പിന്നെ ഞങ്ങക്ക് ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇപ്പൊ 3 മണിക്കാണ്, അതിരാവിലെ 3 മണിക്കാണ് ഞങ്ങൾ റിവ്യൂ ഉണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പൊ ഞങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് ആണ് ഞങ്ങൾ പറയാൻ പോണത്. സോ നമുക്ക് തുടങ്ങാം അല്ലേ? ഇന്ന് രാത്രി എടുക്കാൻ കാരണം ഞങ്ങള് അതേ ഡ്രസ്സിൽ തന്നെ അതെ അങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത്ര എളുപ്പമുണ്ടല്ലോ, അതുകൊണ്ടാണ് രാത്രി ഇരുന്ന് ഞങ്ങൾ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പോ നീ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് നിന്റെ അഭിപ്രായങ്ങൾ എന്താ? എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജിതിൻ ലാലിന്റെ ഒരു ആദ്യത്തെ ഡയറക്ടറിൽ ഒരു ഡെബ്യൂ പടമാണ്. അപ്പൊ അതിന് ഹാൻഡ്സ് ഓഫ് എന്ന് തന്നെ വേണം പറയാൻ. അടിപൊളിയായിട്ടുണ്ട് ജിതിൻ ലാലിന്റെ ഷോർട്സും ഡയറക്ഷൻസും. അത് ഡയറക്റ്റ് ചെയ്യണതിന്റെ ഒരു മികവാണല്ലോ നമുക്ക് ആ പടത്തിൽ കാണാൻ പറ്റുക. അപ്പോൾ അതിന് എന്തായാലും ഒരു ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ആദ്യം തന്നെ ഞാൻ പറയുന്നു. പിന്നെ പറയാനുള്ളത് ഈ ARM എന്ന് പറയുന്നത് നമുക്കൊരു കേൾക്കുമ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ കേട്ടപ്പോൾ ARM ഒരു RRR എന്നുള്ളൊരു പഞ്ച് മനസ്സിലെവിടേക്കോ ഒരു തോന്നി. ആ ഒരു പഞ്ച് തന്നെ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. അതിൽ ഏറ്റവും നല്ലത് അജയന്റെ 2ാം മോഷനാണ്. അപ്പൊ അജയനാണ് ശരിക്കും പേരിന്റെ പടത്തിന്റെ ടൈറ്റിൽ അജയൻ ആണെങ്കിലും എന്റെ മനസ്സ് കൊണ്ടുപോയത് മണിയൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ്. എന്റെ പൊന്നൊന്നും പറയാനില്ല. സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞ അമ്മിട്ടെന്ന് പറഞ്ഞ അടിപൊളിയാണ്. ഫുൾ ഓൺ എനർജി. ഒരു ഇടിവെട്ട് സംഭവം നമുക്കിങ്ങനെ സ്ക്രീനിൽ എന്താ പറയാ മൊത്തം എനർജി. നമുക്ക് ആ ഒരു മണിയന്റെ ആ ഒരു ക്യാരക്ടർ വന്നാൽ തന്നെ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ശരിക്കും ചില സമയത്തൊക്കെ നമുക്കൊരു ഗൂസ് ബംസ് വരും. അത്രയും ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ് ആ ഒരു മണിയന്റെ ക്യാരക്ടറിലൂടെ ടോവിനോ കാണിച്ചത്. കാരണം നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല അത് ടോവിനോ തന്നെയാണോ എന്നൊക്കെ ചില സമയത്ത് നമുക്കൊരു സംശയമായി പോകും. കാരണം അത്രയും ബ്രില്യൻ്റ് ആയിട്ട് ആ ഒരു ക്യാരക്ടർ പോർട്രേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അജയനാണ് ആ പടത്തിന്റെ ടൈറ്റിലെങ്കിലും സംഭവം 3 റോളിലാണ് നമ്മുടെ ഈ ടോവിനോ അഭിനയിക്കുന്നത്. ആദ്യത്തെ ക്യാരക്ടർ എന്തായിരുന്നു? കുഞ്ഞിക്കേളു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. 2ാമത് കാണിക്കുന്നതാണ് നമ്മുടെ മണിയൻ. പിന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് വരും. ഇടയ്ക്കിടയ്ക്ക് അതെ. അപ്പൊ മണിയന്റെ ഓരോ സീൻ കാണുമ്പോഴും ഇപ്പൊ എന്തെങ്കിലും ഒരു കിടിലൻ സീൻ ഉണ്ടാവും, ഇപ്പൊ എന്തെങ്കിലും കിടിലൻ സീൻ ഉണ്ടാവുന്ന ഒരു ഫീല് നമുക്ക് ശരിക്കും വരും. മണിയന്റെ ക്യാരക്ടർ പറയുന്ന ഓരോ സീനിലും എനർജി ഒരു ഫുള്ള് ഡെഡിക്കേഷൻ അതിൽ വന്നിട്ടുണ്ട്. ടോവിനോ അതിനകത്ത് സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് വേറെ ഇപ്പൊ എന്റെ മനസ്സിലിപ്പോ വേറെ ഇപ്പൊ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന് വേറെ ഏതെങ്കിലും ഒരു ആക്ടറിന് ഈ ഒരു റോള് കൊടുക്കായിരുന്നെങ്കിൽ എനിക്ക് തോന്നണില്ല ഇത്രയും ഒരു ജസ്റ്റിസ് ചെയ്യാൻ പറ്റുന്നത്. അത്രയും അടിപൊളിയായിട്ട് ഈ ക്യാരക്ടർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോ അതാണ് എനിക്ക് ഈ മൂവിയുടെ ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു സംഭവം. പിന്നെ നമുക്ക് ഓരോ ക്യാരക്ടർ വെച്ച് തുടങ്ങാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ മൂവിയിൽ 3 റോളാണ് ടോവിനോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം കുഞ്ഞിക്കേളു എന്ന് പറയാം. എന്താണ് കുഞ്ഞിക്കേളിനെ കുറിച്ച് പറയുന്നത്? ലുക്ക് അടിപൊളിയാണ്, എൻട്രി ഒക്കെ അടിപൊളിയാണ്. കുതിരയിൽ വന്നിട്ട് ഫൈറ്റും സീക്വൻസ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അതിന്റെ ഹെയർ സ്റ്റൈല് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ചെറിയൊരു ബ്രൗണും പിന്നെ ഒരു ചെറിയ ഇവിടെ ഒരു കേള് പിന്നെ ബ്രെയിഡ് ഒട്ടിച്ചു വെച്ച ചെറിയ പിന്നെ ഒരു പിന്നെ കളേർഡ് ലെൻസ് ഒക്കെ ആയിട്ട് വേറൊരു നല്ലൊരു ഹാൻഡ്സം നമുക്കൊക്കെ ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു ഫൈറ്റർ. അതന്നെ, അതാണ് കുഞ്ഞിക്കേളുവിന്റെ ഒരു കഥാപാത്രം. അത് നന്നായിരുന്നു. പക്ഷെ അതിലെനിക്കൊരു ചെറിയൊരു പരാതിയാണോന്ന് എനിക്കറിയില്ല, അങ്ങനെയല്ല, ഒരു കുറവെന്ന് എനിക്ക് തോന്നിയത്
കുഞ്ഞിക്കേളിയുടെ ക്യാരക്ടറും അതിന്റെ പോർട്രേ ചെയ്ത രീതിയും എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ കുറച്ച് ടൈം, ഒരു സ്ക്രീൻ ടൈം കുറച്ചാണ് കുഞ്ഞിക്കേളിന് കിട്ടിയുള്ളൂ. അതേപോലെ അതിന്റെ ആക്ട്രസ് റോള് ചെയ്തത് ആ കുഞ്ഞിക്കേളിയുടെ ആ ഒരു പെയറായിട്ട് ചെയ്തത് ഐശ്വര്യ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. ഐശ്വര്യ എന്ന് പറഞ്ഞ ആക്ട്രസ് ആണ് ചെയ്തത്. അപ്പോ ആ ആൾക്കും ടൈം കുറവായിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിലോട്ടൊന്ന് പതിയാൻ ആ ഒരു ക്യാരക്ടർ, അതെ, ആ ഒരു നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് പതിയാനുള്ള ഒരു ടൈം കിട്ടിയില്ല. അപ്പൊ മനസ്സിൽ ആ ടൈം കിട്ടാനുള്ള ഒരു, മനസ്സിലേക്ക് പതിയാനുള്ള ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതാണ് ഒരു എനിക്ക് ആ ഒരു കുഞ്ഞിക്കേള് കഥാപാത്രം കഥയിൽ ഫുൾഫിൽ ആയില്ല. പക്ഷെ ക്യാരക്ടറും അതൊക്കെ സൂപ്പർ ആയിരുന്നു, ചെയ്തതൊക്കെ അടിപൊളി തന്നെയായിരുന്നു. പക്ഷെ ആ ഒരു ടൈം കിട്ടാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു മിസ്സിംഗ് പോലെ തോന്നി. അപ്പൊ അതാണ് ആദ്യത്തെ ക്യാരക്ടർ. പിന്നെ മണിയൻ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു, മണിയന്റെ അതെ മണിയനാണ്. എല്ലാരും ഈ സിനിമ കഴിഞ്ഞപ്പോ ഞങ്ങൾ കുറച്ചുപേരോടൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല. മണിയന്റെ കഥാപാത്രം ഭയങ്കര, അവിടെ പണിയന്റെ കോസ്റ്റ്യൂം ആണെങ്കിലും ഹെയർ, മീശ, ലുക്ക്, കണ്ണ്, അതൊക്കെ ആ ഒരു കഥാപാത്രത്തിന്റെ പോലെ തന്നെ എല്ലാം ഒത്തുപോകുന്നുണ്ടായിരുന്നു. പിന്നെ ബോഡിക്ക് ചെയ്ത, എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, ബോഡിയൊക്കെ പെട്ടെന്ന് ഒരു ഭയങ്കര ഒരു ബിൽറ്റ് ലുക്ക്, ഒരു ഭയങ്കര ഒരു മല്ലൻ ലുക്ക് കൊണ്ടുവന്നു. റഫ് ആൻഡ് ടഫ്, ഒരു വൈൽഡ് ക്യാരക്ടർ എന്നൊക്കെ പറയില്ല, ഒരു വൈൽഡ് ലുക്ക് കൊണ്ടുവന്നു. അത് നല്ലൊരു ഇതായിരുന്നു. പിന്നെ ഈ മീശയുടെ ഇങ്ങനെ കാണിക്കുന്ന ഒരു ഇതുണ്ട്, അതൊക്കെ മാസ് എന്ന് പറഞ്ഞ മരണ മാസായിരുന്നു ശരിക്കും. മീശയുടെ പിരിക്കല് നമുക്കെല്ലാം മലയാള സിനിമയിലെല്ലാം ഉണ്ട്. നമ്മുടെ സുരേഷ് ഗോപിയുടെ ഉണ്ട്. എന്നാലും ഇതിലൊരു വെറൈറ്റി ഉണ്ടായിരുന്നു, പ്രത്യേക സ്റ്റൈൽ ഉണ്ടായിരുന്നു. ആ ഒരു ഒഴുക്ക് അടിപൊളിയായിരുന്നു. അതിന്റെ ഒരു സ്റ്റൈൽ മണിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് അത് നിങ്ങൾ കണ്ട തന്നെ എക്സ്പീരിയൻസ് ആണ്. അതെനിക്ക് തോന്നുന്നു നിങ്ങൾ വേറെ എവിടെയും കണ്ട ആ ഒരു മണിയന്റെ ക്യാരക്ടർ, ആ ഒരു ഇത് കിട്ടില്ല. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം ഇതില് വല്ല ചെറുതായിട്ട് അതെ, അതിനുള്ളൊരു ഫീല് കിട്ടില്ല. മൊബൈലൊന്നും കണ്ട അതിന്റെ ഒരു പഞ്ച് കിട്ടില്ല. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു ക്യാരക്ടറാണ്. അതെ അതെ. പിന്നെ ഈ മണിയന്റെ പെയറായിട്ട് ചെയ്തത് നമ്മുടെ സുരഭി ലക്ഷ്മിയാണ്. സുരഭി ലക്ഷ്മിയുടെ ക്യാരക്ടർ അതിനകത്ത് നല്ല മാണിക്യം എന്നാണ് അതിലത്തെ ഒരു ഇത്. ആ മാണിക്യത്തിന്റെ ചെറിയ ചെറിയ ഷോട്ടുകൾ, ഇങ്ങനെ സൂം ചെയ്ത് കുറച്ച് ഷോട്ട്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് ഒരു ലൈക്ക് കണ്ണിലൂടെയാണ് അത് എക്സ്പ്രഷൻ കൊണ്ടുവരുന്നത്. നമുക്ക് അതില് ഡയലോഗ്സ് വളരെ കുറവായിരുന്നു. പക്ഷെ ആ എക്സ്പ്രഷൻ കാണിച്ചത് അത് നമ്മുടെ നെഞ്ചിൽ തന്നെ അത് തറയ്ക്കും. അപ്പൊ അത്രയും നല്ല ആക്ടിങ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അപ്പൊ അവരുടെ പെയറും അവര് തമ്മിലുള്ള ഒരു സ്നേഹം, അതാ ലവ് സീൻസ് ഒക്കെ ഭയങ്കര നമുക്ക് ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു. അവർ തമ്മിലുള്ള ഒരു ഗിവ് ആൻഡ് ടേക്കും ആ കെമിസ്ട്രി ഒക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തു. അത് നമുക്കൊരു ഭാര്യ ഭർത്താവ് ആ ഒരു ഫീല്, ഒരു പ്രണയമുള്ള അത്രയും ആത്മബന്ധമുള്ള ഒരു കപ്പിളിന്റെ നമുക്കൊരു ഫീല് നമുക്ക് നന്നായി കിട്ടിയായിരുന്നു. അപ്പൊ അവർ തമ്മിലുള്ള ഒരു പെയർ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തു. അതാണ് മണിയന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ഒരു മാണിക്യം, അതെ, ഭാര്യ മണിയന്റെ മാണിക്യം, അത് രണ്ടും അടിപൊളിയായിട്ട് ചെയ്തു. അപ്പൊ ഒന്നും പറയണ്ടില്ല, സുരഭി ലക്ഷ്മി അറിയാലോ, ഓൾറെഡി ഒരു നാഷണൽ അവാർഡ് വിന്നറാണ്. അപ്പൊ അതിന്റെ മികവ് കാണിച്ചു. ആൻഡ് ടൊവിനോ ഈക്വലി ബ്രില്യന്റ് ആയിട്ട് അത് അങ്ങ് കൊണ്ടുപോയി. ആ ഒരു സീൻസ് ഒക്കെ മണിയൻ വന്നപ്പോഴത്തേക്ക് അങ്ങ് എടുത്തു കൊണ്ടുപോയി തന്നെ പറയാം. അത് അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് അടുത്ത ക്യാരക്ടർ, അതാണ് ഈ സിനിമയുടെ ടൈറ്റിലിന്റെ ക്യാരക്ടർ, അജയന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് പറയാനുള്ളത്? അജയൻ ഒരു സാധാരണ ഒരു കഥാപാത്രം പോലെ തന്നെയാണ് അതിനകത്ത്. പക്ഷെ കളരി പഠിച്ച, കാരണം ആ ഒരു തലമുറ പാരമ്പര്യം ഇങ്ങനെ തുടർന്ന് വരുന്ന അവന്റെ കളരിയുടെ ഇത് കാണിക്കുന്നത്. മാർഷൽ ആർട്സ് നല്ല സൂപ്പറായിട്ട് ഫൈറ്റ് എല്ലാം നല്ല സൂപ്പറായിട്ട് എല്ലാം നല്ല പ്രൊഫഷണൽ ആയിട്ട് പഠിച്ചതായിരിക്കാം ചെയ്തേക്കുന്നത്. വളരെ നന്നായിട്ടുണ്ട്. മാർഷൽ ആർട്സിന്റെ സീനൊക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ അതിനെനിക്ക് തോന്നുന്നു ടോവിനോ ഉറപ്പായിട്ടും അതിന് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കളരി പഠിച്ചു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് ഉറപ്പായിട്ടും നമ്മൾ ക്രെഡിറ്റ്സ് പറയേണ്ടതാണ്. കാരണം അത് നമുക്ക് ശരിക്കും നമ്മൾ ശരിക്കും ഒരു കളരി ഫൈറ്റ് പഠിച്ച ഒരാളെ എങ്ങനെ ചെയ്യും അതുപോലെ തന്നെയാണ്
ടോവിനോ ചെയ്തത്. അപ്പോ അത് ഭയങ്കര നല്ല സീൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് പിന്നെ പിക്ചറൈസേഷൻ, സിനിമാറ്റോഗ്രഫി ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. മൊത്തത്തില് VFXും BGM, മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സൂപ്പർ ആയിരുന്നു. 1-2 സ്ഥലത്തൊക്കെ ഒരു ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഒരു BGM എൻഡ് ചെയ്യുന്നതും തമ്മിലൊരു ചെറിയൊരു മെർജിങ് 2-3 ഇടത്ത് എനിക്ക് ഫീൽ ചെയ്തു. അല്ലാണ്ട് സൂപ്പർ ആയിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ. അപ്പൊ അതൊക്കെ നല്ലതായിരുന്നു. ലൊക്കേഷൻ ഒക്കെ സൂപ്പർ, നല്ല അടിപൊളിയായിരുന്നു. അതെ, നല്ല മേക്കപ്പ് ഒക്കെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. എല്ലാം നല്ല രീതിയിൽ ഓരോ ക്യാരക്ടേഴ്സും ഇതിൽ വന്നുപോയ എല്ലാ ക്യാരക്ടേഴ്സിന്റെയും അത് നമുക്ക് ശരിക്കും പല കാലഘട്ടങ്ങളായിരുന്നു, പല ഫേസ്, അതിന്റേതായി ചേർന്ന എല്ലാം ലൊക്കേഷൻ വൈസ് ആണെങ്കിലും എല്ലാം സൂപ്പർ ആയിരുന്നു. അതെ, പിന്നെ ഇതില് ഒത്തിരി ആക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ജഗദീഷ് വരുന്നുണ്ട്, അജു വർഗീസ് വരുന്നുണ്ട്, ബേസിൽ ഒരു രസകരമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അതെ, പിന്നെ എല്ലാരും ആക്ച്വലി അവനോന് കിട്ടിയ റോള് അവനോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ അജയന്റെ പെയറായിട്ട് വന്നത് കൃതി ഷെട്ടിയാണ്. കൃതി ഷെട്ടി നമുക്ക് ഒരു തനിമ നിറഞ്ഞ ഒരു നാടൻ മലയാളി കുട്ടിയുടെ ലുക്ക്. എനിക്ക് എവിടെയൊക്കെയോ നമ്മുടെ ആരതിപ്പൊടിയുടെ ഒക്കെ ലുക്ക്, എനിക്കറിയില്ല, എനിക്കും ഒരു ആരതിപ്പൊടിയുടെ ഒക്കെ ചെറിയ ഒരു ലുക്ക് എവിടെയൊക്കെയോ തോന്നി. പക്ഷെ ഒരു നല്ലൊരു മലയാളി കുട്ടി, അത് നല്ല രസമുണ്ട്. അവരുടെ ഒരു സോങ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ പാട്ടില് നല്ല മലയാളി തനിമയുള്ള കുറെ കാര്യങ്ങള്, നമ്മുടെ കൾച്ചറൽ കാര്യങ്ങളും പിന്നെ ആ പാടവും അങ്ങനെയൊക്കെ കാണിച്ചു. അത് നല്ല രസമുണ്ടായിരുന്നു ആ പാട്ട്. പഴയ കാലഘട്ടത്തിന്റെ കാസ്റ്റിസം ഭയങ്കരമായിട്ട് അത് എല്ലാ ജനറേഷനിലും 3 കഥാപാത്രത്തിലും കാണിക്കുന്നുണ്ടായിരുന്നു. ഓരോ ജനറേഷന്റെയും അതില് കഥാപാത്രത്തിന്റെ കാണിക്കുന്നുണ്ടായിരുന്നു. അത് ഏത് രീതിയിലാണ്, എങ്ങനെയാണ് അതിനകത്ത്. അപ്പൊ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൊണ്ടുവന്നിട്ടുണ്ട് ഈ മൂവിയിലൂടെ. പിന്നെ ഇവിടെ സത്യം പറഞ്ഞാൽ അയർലൻഡിലാണ് ഞങ്ങള് അറിയാലോ പടം കണ്ടത്. അപ്പോ ആക്ച്വലി ഇവര് പ്രൊമോഷൻ ഒക്കെ വന്നപ്പോ നമുക്ക് പറഞ്ഞു ആദ്യത്തെ അതെ മലയാളം മൂവിയുടെ ആദ്യത്തെ പ്രൊമോഷൻ കാണാൻ പറ്റി, എല്ലാരെയും കാണാൻ പറ്റി. അപ്പൊ പ്രൊമോഷൻ വന്നപ്പോ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മൈ ഡിയർ കുട്ടിച്ചാത്തന്റെ പോലെ നമ്മള് കുറെ നാളുകൾക്ക് ശേഷം വന്ന ഒരു 3D മൂവിയാണ്. അപ്പൊ ഇത് 3D മൂവിയാണ്, പക്ഷേ അവിടെയാണ് ഞങ്ങൾക്കൊരു ഒരു വിഷമം. അതെ, അവിടെയാണ് ഞങ്ങൾക്കൊരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയർലൻഡില് പ്രൊമോഷന് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് 3Dയിൽ കാണാൻ പറ്റിയില്ല. ഇവിടെ മിക്ക തിയേറ്റേഴ്സിൽ ഞങ്ങൾ അന്വേഷിച്ചു, ഇവിടെ 3D റിലീസ് ഇല്ല എന്നാണ് കേട്ടത് അയർലൻഡില്. അപ്പോ അത് ഞങ്ങൾക്ക് വളരെയധികം സങ്കടമുണ്ട്, മിസ്സായി. അതെ, നെക്സ്റ്റ് ടൈം അയർലൻഡിൽ എന്തെങ്കിലും പടം കൊണ്ടുവരുന്ന 3D വേണം, ഞങ്ങൾ ഉറപ്പായിട്ടും കാണും. അപ്പോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ഒരു 3D പടം ആണ്, പക്ഷെ അത് റിലീസും കൂടി ഇവിടെ ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. അപ്പൊ അത് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അതാണ് 3Dയുടെ എഫക്ട് ഒന്നും ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ബിഹൈൻഡ് സ്ക്രീൻ നടക്കുന്നുണ്ട്. അതൊക്കെ നമുക്കറിയാം, എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ നമ്മൾ 3D കണ്ടിരുന്നെങ്കിൽ ഒന്ന് നന്നായിരുന്നു നമുക്കത് കാണാൻ പറ്റിയില്ല. അതെ, അപ്പൊ നമുക്ക് ആ ഒരു 3D എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പൊ അതാണ് 3Dയുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല. അതാണ് അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. പക്ഷെ ഉറപ്പായിട്ടും ഇത് 3Dയിലായി. ഇപ്പൊ നമ്മൾ ഇമാജിൻ ചെയ്യാണ് ഈ പടം 3Dയിലാണെങ്കിൽ അടിപൊളിയായ, ലൈക് നമുക്ക് പിക്ചറൈസേഷൻ ഒക്കെ നമുക്ക് ഇപ്പൊ തന്നെ സിനിമാറ്റോഗ്രഫി ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ഒന്നും കൂടി കേവിലത്തെ സീൻസും അതെ ആ വെള്ളത്തിലത്തെ അടിയിലത്തെ സീൻസും പിന്നെ സ്പോട്ട് സീൻസും അതൊക്കെ ഉറപ്പായിട്ടും അടിപൊളിയാവും. പക്ഷെ നമുക്കത് അറിയാത്തതുകൊണ്ട് നമുക്ക് പറയാൻ അറിയില്ല. പിന്നെ വേറെ എന്താണ്, പിന്നെ ഇതൊക്കെ തന്നെ എല്ലാ ക്യാരക്ടേഴ്സും നല്ല അടിപൊളിയായി. ഇനി നമുക്ക് ഇതിന്റെ കേട്ടതാണ്, നമ്മൾ ഇന്റർവ്യൂസിലൊക്കെ കേട്ടതാണ്, അതായത് ഈ പടത്തിന് വേണ്ടി ഒരു 150 days അവർ സ്പെൻഡ് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ ഇതിന്റെ ഫുൾ ഷൂട്ടിംഗ് കഴിഞ്ഞത്. 150 days എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 5 months. അപ്പൊ 5 months ഇത് ആദ്യമായിട്ടാണ് ഈ ഡയറക്ടർ ഈ ഫിലിം എടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു പടത്തിന് വേണ്ടിയിട്ട് ഇത്രയും കുറെ ക്യാരക്ടർ, ഞാൻ പറഞ്ഞില്ല കുറെ ആക്ടേഴ്സ് ഉണ്ട്, അവരവരുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു പടം എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിശ്വാസമാണ്. ഒരു വിശ്വാസത്തിന്റെ പുറത്തുള്ള മൂവി എന്ന് തന്നെ വേണം ഇതിനെ പറയാൻ. എല്ലാവരും ട്രസ്റ്റ് ചെയ്ത് ഇതിന്റെ ഔട്ട്പുട്ട് അടിപൊളിയാവുമെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോയൊരു പടമാണ്. അപ്പൊ അതിനെന്തായാലും എല്ലാവർക്കും ഹാൻഡ്സ് ഓഫ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എനിക്ക് 1.5 year എടുത്തു എന്നാണ് പറഞ്ഞത്. പിന്നെ 30 crore
ബഡ്ജറ്റിന്റെ ഒരു മൂവിയാണ്. അതിനുള്ള വേർത്ത് ഡെഫിനറ്റ്ലി ഉണ്ട്. നല്ല നല്ല ഹൈ ലെവലില് പിക്ചറൈസേഷനും എല്ലാം, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും അതിന്റെ ഓരോ ക്യാരക്ടേഴ്സിനുള്ള ഒരു ഡെപ്തും അതൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു, നല്ല സൂപ്പറായിട്ട് ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു 5 ലാംഗ്വേജസോ അങ്ങനെയാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു മലയാളം, തെലുങ്കു, കന്നഡ, ഹിന്ദി ഇതിലൊക്കെ റിലീസ് വന്നിട്ടുണ്ട്. അപ്പൊ അതും ഒരു വൈഡ് സ്കെയിൽ ആണ് ഈ മൂവി റിലീസ് ചെയ്തേക്കണത്, വൈഡ് സ്കെയിൽ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ട്. അപ്പൊ എനിക്ക് ഐ എം ഷുവർ ഇത് ഉറപ്പായിട്ടും ഒരു നല്ല ഔട്ട്പുട്ട് തന്നെ ഉണ്ടാവും ഇതിന്. പിന്നെ അതിന്റെ തന്നെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ചില സ്ഥലത്തൊക്കെ നല്ല ബ്രില്യന്റ് ആയിട്ട് അതൊരു ഹൈ ക്ലാസ്. ചില സമയത്തൊക്കെ നോക്കുമ്പോ അയ്യോ ഇത് AR റഹ്മാൻ വല്ലാണോ, നമുക്ക് അത്രയും നമുക്ക് AR റഹ്മാൻ എന്നൊക്കെ പറഞ്ഞ ഒരു ഹൈ സ്റ്റാൻഡേർഡ് ആണല്ലോ, അതുപോലെ നമുക്ക് ചില സ്ഥലത്തൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ലൈക് വിക്കിപീഡിയയിൽ വായിച്ചപ്പോഴാണ് അറിഞ്ഞത് ആളുടെയും മലയാളത്തിലത്തെ ആദ്യത്തെ ഡെബ്യൂ ആണ് ആ മ്യൂസിക് ഡയറക്ടറിന്റെ. അപ്പൊ അതും അടിപൊളിയാണ്. അപ്പൊ അതും ഒരു കയ്യടി അർഹിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ നമ്മൾ പറയാൻ പറ്റും സ്റ്റോറി നല്ല ഒരു വെറൈറ്റി സ്റ്റോറിയാണ്. പിന്നെ ഈ 3 ട്രിപ്പിൾ റോള് വരുന്ന സിനിമകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, ട്രിപ്പിളും ഡബിളും അത് കൂടുതലും ഒക്കെ റോള് കണ്ടിട്ടുണ്ട്. പക്ഷെ കഥ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമുക്ക് ഈ നമ്മുടെ ശില്പം മാറ്റിവെച്ച് ട്വിസ്റ്റ് ആകുന്ന കഥകൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് പലതായിട്ട് കറക്കിയത്. ഇതല്ല അതല്ല അങ്ങനെ വന്നിട്ട് അതിൽ സ്റ്റോറി വേറെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു അഡ്വഞ്ചറസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ആയിരുന്നു. അഡ്വഞ്ചർ ആക്ഷൻ മൂവി, ആക്ഷൻ ടോ ഫസ്റ്റ്. മണിയാണ് അതിന്റെ നട്ടല് ഈ സിനിമയുടെ, അതാണ് പിടിച്ചു നിർത്തിയത്. ആൻഡ് പ്ലസ് 100% എക്സ്പേർട്ട് ഫൈറ്റിംഗ് കളരിപ്പായിട്ട്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്റ്റോറി ലൈൻ അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ നല്ല എന്റെ അഭിപ്രായമാണ്. അതെ, ഇത് ഞങ്ങളുടെ പേഴ്സണൽ, ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഓരോ സബ്ജക്റ്റും കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് ആണ്, നമ്മുടെ ഒരു അനാലിസിസ് ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ കണ്ട ഒരു രണ്ടാമത്തെ റിവ്യൂ. ആദ്യം ഞങ്ങൾ നമ്മൾ ആഡ് ചെയ്തു. ഞങ്ങൾ അങ്ങനെ റിവ്യൂ ചെയ്യണമെന്ന് അങ്ങനെ പഠിച്ചിട്ടില്ല, ഞങ്ങൾ പഠിച്ചു വരുന്നുള്ളൂ. അതെ. അപ്പൊ ഇത് ജസ്റ്റ് ഞങ്ങളുടെ ഒരു ഒപ്പീനിയൻസ് ആണ് നമ്മൾ പറയുന്നത്. അത്രേ ഉള്ളൂ തോന്നുന്നു അല്ലെ. ഓൾമോസ്റ്റ് നമുക്ക് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല, പക്ഷെ നമ്മളത് വായിച്ച് പഠിച്ചൊന്നുമില്ല. പടം കണ്ടു. അതെ, അത്രയ്ക്ക് ഉള്ളതെന്നുള്ളൂ. പിന്നെ ഇതിൽ പറയാനുള്ള കാര്യം നമ്മൾ പറഞ്ഞില്ല, ഇത് ഞങ്ങളുടെ മോള് ഇവിടെ വന്നതിന് ശേഷം ആദ്യത്തെ ഒരു പടമാണ്. അപ്പൊ ആദ്യത്തെ ഒരു പടമാണ്, അവളുടെ ഏറ്റവും ഫസ്റ്റ് മൂവി. അയർലൻഡിൽ തിയേറ്ററിൽ പോയി കണ്ട ആദ്യത്തെ മൂവിയാണ് AR. അപ്പൊ അത് ഞങ്ങൾക്കൊരു എന്താ പറയാ, ഒരു ചെറിയൊരു മെമ്മറി എന്നൊക്കെ പറയില്ലേ. അപ്പൊ ഒരു മെമ്മറിയുടെ ഒരു ഭാഗത്ത് AR എപ്പോഴും ഉണ്ടാവും. പിന്നെ അതൊരു കാര്യം. പിന്നെ ഞങ്ങള് ഇവിടെ രാത്രി, ഞാൻ 10:45 പടത്തിലാണ് നമ്മൾ പോയത്. അപ്പൊ ആക്ച്വലി തുടങ്ങിയപ്പോ ആദ്യത്തെ നൈറ്റ് ഷോ ആണ്. അപ്പൊ തുടങ്ങിയപ്പോ ഞങ്ങൾ ഓർത്ത് അധികം ആൾക്കാരില്ല, വളരെ ക്രൗഡ് കുറവാണ്. പക്ഷെ ടൈം എത്താറായപ്പോഴത്തേനും ക്രൗഡ് ഉണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 150-200 ഒക്കെ ഉണ്ടാവും തോന്നുന്നു അല്ലെ. ഒരു 200 അടുത്ത് ആൾക്കാര് തിയേറ്ററിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു വലിയൊരു ആ ഒരു ടൈമില് ആൾക്കാർ വന്നല്ലോ. അപ്പൊ അത് എനിക്ക് അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മൂവി ഹിറ്റാണ്, ഇവിടെ ഹിറ്റാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ആകെ 3D വന്നില്ല എന്നുള്ളൊരു മാത്രം ഒരു ഇത് മാത്രം. പക്ഷെ അതല്ലെങ്കിൽ മൊത്തം നോക്കുകയാണെങ്കിൽ എല്ലാം സൂപ്പർ ആയിരുന്നു. പിന്നെ 3 റോള് കൈകാര്യം ചെയ്യാൻ തന്നെ അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ ടോവിനോ അത് ശരിക്കും അതിന് നല്ല ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ട്. ടോവിനോ മാത്രമല്ല, അതിലെ എല്ലാ ക്യാരക്ടേഴ്സും കൂടിയും വരുമ്പോഴാണല്ലോ ഒരു സിനിമ എന്ന് പറയുമ്പോൾ. അതിന്റെ ബിഹൈൻഡ് ദ സീൻസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും സ്ക്രീനില് പ്രസൻസ് ഉള്ള ആൾക്കാരും, അങ്ങനെ എല്ലാ ആക്ടേഴ്സും എല്ലാരും കൂടിയും ചേർന്നതാണ് ഒരു മൂവി എന്ന് പറയുമ്പോൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും, ഞങ്ങൾക്ക് മൂവി എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോ എനിക്ക് തോന്നുന്നു അതെ അതിലും അടിപൊളിയാണ്. അപ്പോ യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ വാച്ച് ദിസ് ഇൻ ദ തിയേറ്ററിലാണ് ഞങ്ങൾ ഇത് റെക്കമെൻഡ് ചെയ്യുക. കാരണം ആ ഒരു എഫക്ട്, ആ ഡോൾബി എഫക്റ്റും ആ ഒരു സൗണ്ട് എഫക്റ്റും ഒക്കെ ഒന്ന് കേൾക്കുമ്പോഴാണ് അടുത്ത ഒരു ഡയറക്ഷനായിട്ട് ചേട്ടൻ പവറിൽ വരും. അതെ, ഇത് ഹൈ ലെവലിൽ ചേട്ടൻ പോകാൻ പറ്റും. അതെ, ചേട്ടൻ പിന്നെ പറയണ്ട, സൂപ്പർ, അടിപൊളി. അപ്പൊ അത്രേ ഉള്ളൂ, നമ്മുടെ റിവ്യൂ ഇത്രേ ഉള്ളൂ. ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു. ഇത് കേട്ടോണ്ടിരിക്കാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ റിവ്യൂ
ഇട്ടത്. അപ്പൊ hope you guys enjoyed our review. And ഇത് ഒരു റിവ്യൂ ഫ്രം അയർലൻഡ് ആണ്. അപ്പൊ നിങ്ങൾ റിവ്യൂ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ കമന്റിൽ പറയാം. അതെ, സജഷൻ പറയണം. കാരണം ഞങ്ങൾ പ്രൊഫഷണൽസ് അല്ല, പക്ഷെ ഇത് ഞങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ് യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നത്. റിവ്യൂ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നിങ്ങൾ റിവ്യൂ ചെയ്തു തുടങ്ങി. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ ഫ്രം ക്രിസ് ആൻഡ്